പ്രത്യേകിച്ച് മലബാറിലേക്ക് വരുമ്പോൾ നമ്മൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം വളരെ കരുത്തരായ ആളുകളെ ഇറക്കിക്കൊണ്ട് വലിയ കടുത്ത മത്സരം മലബാറിൽ നടത്താൻ തന്നെയുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ CPM ഒരുങ്ങുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കരുത്തരെ ഇറക്കിക്കൊണ്ട് ലീഗ് അസംതൃപ്ത വോട്ട് പിടിക്കാനാണ് CPM ഇപ്പോൾ നീക്കം. പ്രത്യേകിച്ച് പൊന്നാനിയിൽ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ലീഗിൽ അസംതൃപ്തരുടെ വോട്ടും ലീഗ് സമസ്ത തർക്കത്തിന്റെ ഗുണഫലവും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. എളമരം കരീം, KK ശൈലജ തുടങ്ങിയവരെ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കി മലബാറിൽ ശക്തമായ പോരാട്ടത്തിനാണ് CPM തയ്യാറെടുക്കുന്നത്. എന്തായാലും മലബാറിലെ വിവരങ്ങൾ മുഹമ്മദ് അസ്ലമിനോട് തന്നെ ചോദിക്കാം. അസ്ലം, ഇന്നലെ ഒരു സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ ചിത്രം പുറത്തു വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് മലബാറിലാണ്. CPM ശക്തമായ മത്സരത്തിന് കരുക്കൾ നീക്കുന്നു. കെ മുരളീധരനെതിരെ KK ശൈലജ വരുമ്പോൾ അവിടെ കടുത്ത പോരാട്ടമായിരിക്കും. ഒപ്പം തന്നെ MK രാഘവനെ നേരിടാൻ എളമരം കരീമാണെങ്കിൽ അവിടെയും ഒട്ടും ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല എന്നുള്ള ഒരു സൂചനകൾ കൂടി ലഭിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പൊന്നാനിയിലാണ്. ലീഗ് വിട്ട KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ വലിയ ലക്ഷ്യം, അതായത് ഒരു വളരെ ട്രിക്കിയായ ഒരു തീരുമാനമാണ് അത് CPM-ന്റേതെന്ന് പറയാതെ വയ്യ, അല്ലേ? ജിൽസി പറഞ്ഞത് ശരിയാണ്. കാരണം മലബാറിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ഒരുപക്ഷെ ശക്തമായ പോരാട്ടം എന്ന തരത്തിൽ നമുക്ക് വടകരയെ കെ മുരളീധരനും KK ശൈലജയും തമ്മിലുള്ള ഒരു പോരാട്ടത്തെ നമുക്ക് കാണാം. എളമരം കരീമും MK രാഘവനും തമ്മിലുള്ള പോരാട്ടം ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് വ്യക്തമായില്ലെങ്കിൽ പോലും MV ജയരാജൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അവിടെ ശക്തനായ ഒരു നേതാവിനെ നിർത്തിയിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ തന്നെയും ഏറ്റവും സർപ്രൈസിങ് ആയ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് പൊന്നാനിയിലെ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ ചർച്ചകൾ, പ്രാഥമികമായ ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന നേതൃത്വം ജില്ലയിലേക്ക് കൊടുത്ത പേരിൽ ഉണ്ടായിരുന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സമിതിയൊക്കെ കമ്മിറ്റിയും ചർച്ച ചെയ്തപ്പോഴും അതിലും KS ഹംസയുടെ പേരുണ്ടായിരുന്നില്ല. KT ജലീലിൻ്റെയും വസീഫിൻ്റെയും പേരുകളിലേക്കാണ് അവസാനം എത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുമ്പോൾ KS ഹംസയായിരുന്നു പൊന്നാനിയുടെ സ്ഥാനാർത്ഥിയായി വന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. KS ഹംസ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൽ നിന്നും മാറി വരുന്ന വോട്ടുകളെ ഇതിലൂടെ ആകർഷിക്കാൻ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും KS ഹംസ സ്ഥാനാർത്ഥിയാക്കി നമുക്ക് ഒന്ന് വിലയിരുത്താം. അതേസമയം അതിനപ്പുറത്തേക്ക് ചില കണക്കുകൂട്ടലുകൾ കൂടി CPM-ന് ഇക്കാര്യത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധരായ ഒരു വിഭാഗം നേതാക്കളുണ്ട് നമുക്കറിയാം. അതിൽ അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് KS ഹംസ. അത്തരം ചില നേതാക്കളുടെ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായ സമസ്തയുടെ വോട്ടുകൾ സ്വാഭാവികമായും ഇത്തവണ ഇടതുപക്ഷത്തേക്ക് ചായാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ലീഗും സമസ്തയും തമ്മിലുള്ള ശീതയുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പല മണ്ഡലങ്ങളിലും വോട്ടുകൾ മാറാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയും അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ കോഴിക്കോട് നടന്ന SKSF സമ്മേളനം ലീഗിനോടുള്ള ഒരു ശക്തി പ്രകടനമായി വിലയിരുത്തപ്പെട്ടു. കാലി ഫൗണ്ടേഷൻ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ അതിൻ്റെ തിരിച്ചുള്ള ലീഗിൻ്റെ ഒരു മറുപടിയായി വിലയിരുത്തപ്പെട്ടു. തമ്മിലുള്ള ഒരു ഫൈറ്റ് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇത്തവണ മലബാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റത്തെ അത് ലീഗ് വിരുദ്ധ വോട്ടുകളെ UDF-ന് വിരുദ്ധമായിട്ട്, UDF-ന് അപ്പുറത്തേക്ക് LDF-ലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഒരുപക്ഷെ KS ഹംസയുടെ സ്ഥാനാർത്ഥിയെ കാണാൻ. ഇത് പൊന്നാനിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ചെറിയ മാർജിനിൽ, ഒരുപക്ഷെ ചെറിയ മാർജിനിൽ മലബാറിൽ കഴിഞ്ഞ UDF ജയിച്ച ഒരു മണ്ഡലമാണ് കാസർഗോഡ്. കോഴിക്കോടും ഒക്കെ തന്നെയും കോഴിക്കോട് വലിയ മാർജിൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സമസ്ത വോട്ടുകൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അങ്ങനെ കോഴിക്കോട്, കാസർഗോഡ് പോലുള്ള മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെയും CPM ഈ ലീഗ് വിരുദ്ധ സമസ്ത വോട്ടുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ മുൻനിർത്തി കണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിട്ടാണ് KS ഹംസയുടെ സ്ഥാനാർത്ഥിയെ പൊന്നാനിയിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ തവണ നമുക്കറിയാം, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 9 സീറ്റുകളിൽ 9 സീറ്റും UDF തൂത്തുവാരിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 എങ്കിൽ ഇത്തവണ ഒരിക്കലും അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ഒരു സീറ്റിലും നൽകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് നൽകിയിരിക്കുന്നത്. അതിൽ മലബാറിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ കൃത്യമായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാരണം, പ്രത്യേകിച്ച് ലീഗ് സമസ്ത തർക്കം, അതുപോലെ ലീഗിലെ അസംതൃപ്തർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലീഗിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില അസംതൃപ്തിയുള്ള ആൾക്കാർ പലരും പല ഘട്ടത്തിലുണ്ട്. അതൊക്കെ മുതലെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് KS ഹംസയുടെ പൊന്നാനിയിൽ നിർത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമാവില്ല, തീ പാറുന്ന പോരാട്ടമായിരിക്കും മലബാറിലെ പല മണ്ഡലങ്ങളിലും നടക്കുക. CPM-ന്റെ കണക്കൂട്ടലുകൾ ശരിയാവുകയാണെങ്കിൽ CPM-ന് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല.